ചെറിയൊരു ഈശ്വര പ്രാർത്ഥന. കമ്മിറ്റിയുടെ പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ റെനി വർഗീസ്, സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട എറണാകുളത്തിൻ്റെ MP ശ്രീ ഹൈബി ഈഡൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം ഗോപാലൻ ചേട്ടൻ, നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK മിനിമോൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KV ബാബു, 40ാം ഡിവിഷന്റെ കൗൺസിലറായ അഡ്വക്കേറ്റ് VK മിനിമോളെ തന്നെ കിട്ടിയത്. മറ്റുള്ള എൻ്റെ അഭിപ്രായമല്ല, നമ്മൾ ഓരോ വീടുകൾ കയറുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വീകാര്യത, പല വീടുകളിലും ചെല്ലുമ്പോൾ മിനിമം 33 മത്സരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ മിനിമം അത് കാണിക്കുന്നില്ല. ഇവിടെ ഒരുപാട് പേര് ഇനിയും വരാനുണ്ട് സംസാരിക്കാൻ. ആ ഒരു അവരുടെ കരുതൽ, ആ ഒരു ജനമനസ്സുകളിൽ മിനിമോൾക്കുള്ള ഒരു സ്ഥാനം, അത് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഈ 2 സ്കോഡുകൾ കയറിയപ്പോഴാണ് നമുക്കത് മനസ്സിലായിട്ടുള്ളത്. അത്രയും ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദിവസം മൗലം ഈ ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചതുപോലെ ഒത്തൊരുമയോടെ ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പ്രവർത്തിച്ച ഈ ഡിവിഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലെ മിനിമോളെ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള പ്രവർത്തനം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ റെനി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എറണാകുളത്തിൻ്റെ MP ഹൈബി ഈഡൻ അവരുടെയും ഈ യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പാലാരിവട്ടം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KV ബാബു അവരുടെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം ശ്രീ ഗോപാലൻ ചേട്ടനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇനിയുടെ ബഹുമാനപ്പെട്ട MLA ഉമാ തോമസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഇവരൊക്കെ എത്തിച്ചേരാനുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മുടെ ഈ 33ാം ഡിവിഷനിലേക്ക് മിനിമോളെ നമ്മുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമ്മുടെ ഡിവിഷനിലുള്ള എല്ലാ സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് മിനിമോളെ ഇവിടെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് തന്നെ. അതിന് ഞാൻ നേതൃത്വത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലാൻ നേരത്ത് അപ്പച്ചന്മാരും അമ്മച്ചിമാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവർക്കും, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും മിനിമോളും കുട്ടികൾക്ക് മിനിച്ചേച്ചിയുമാണ് ഈ ഡിവിഷനിലെ ഡിവിഷനിൽ അത്രയേറെ പ്രിയങ്കരിയാണ് ഈ 33ാം ഡിവിഷനിൽ മിനിമോൾ എന്ന വ്യക്തി ഉള്ളത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മിനിമോൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മ ഈ ഡിവിഷനിൽ മിനിമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടോ ഒന്നും ഒരു വാക്കുപോലും, ബാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥിയോട് ഒരു വാക്കുപോലും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വോട്ടും ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷേ പലരും ഇവിടെ ചെയ്യുന്നത് മിനിമോളെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് പലരും വോട്ട് പിടിക്കുന്നത്. അത് അവർക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിനിമോളെ ഈ ഒരാഴ്ചക്കാലം ഇനി നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൂ. 2 സ്കോഡ് വരെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. അടുത്ത സ്ലിപ്പ് കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി 33ാം ഡിവിഷനിൽ നിന്ന് മിനിമോളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തെരഞ്ഞെടുപ്പ് അന്വേഷണ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ MP ഹൈബി ഈഡനെ ക്ഷണിച്ചു. ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചെയർമാനുമായ ശ്രീ റെനി വർഗീസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ഗോപാലൻ ചേട്ടൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ
ശ്രീ KV ബാബു, ലോയേഴ്സ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ റോയ് അടക്കമുള്ള പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ ഡിവിഷന്റെ സ്ഥാനാർത്ഥി, 33ാം ഡിവിഷന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി അഡ്വക്കേറ്റ് VK മിനിമോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് ഞാനിന്ന് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളോടൊപ്പം എത്തിയിട്ടുള്ളത്. ബഹുമാന്യായ നമ്മുടെ MLA ശ്രീമതി ഉമാ തോമസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി നമ്മൾ അർപ്പിക്കുന്നത്. പാർട്ടി മിനിമോളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഈ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിലനിർത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഒരു ജനറൽ സീറ്റിൽ, ഒരുപാട് ജനറൽ സീറ്റുകളിൽ ഇത്തവണ വനിതകൾ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി ഒരു ജനറൽ സീറ്റിൽ ഒരു വനിതയെ മത്സരിപ്പിച്ച് ഈ സീറ്റ് നിലനിർത്താൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VK മിനിമോളിനെയാണ്. അവരെ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാരിനെതിരെ വലിയ വികാരം പ്രകടിപ്പിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 9.5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങളുടെ നഗരത്തിന്റെ വികസനം മുരടിപ്പിച്ച ഈ ഭരണസമിതിക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ മിനിമോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ വാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, അത് നഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ, കോവിഡും പ്രളയവും എല്ലാം ഉണ്ടായപ്പോൾ നമ്മളോടൊപ്പം നിലനിന്ന കാര്യത്തിലെല്ലാം നമ്മൾക്കെല്ലാം വളരെ കൃത്യമായി അറിയാം മിനിമോൾ എവിടെയായിരുന്നു എന്നുള്ളത്. സ്ഥലങ്ങളിൽ നിന്നായി മിനിമോൾ ഇപ്പോൾ 3 വട്ടം പൂർത്തിയിരിക്കുകയാണ്. ഇത് 4ാമത്തെ തവണയാണ്. ഞാൻ മിനിമോളോട് ചോദിച്ചു, മിനിമോളോട് ശരിക്കും വീട് എവിടെയാണെന്ന് ചോദിച്ചു. മിനിമോൾ പറഞ്ഞു, ഇവിടെ തന്നെയാണ്. സാധാരണ സ്ത്രീകൾ കല്യാണം കഴിച്ച ഭർത്താക്കന്മാരുടെ സ്ഥലത്തേക്കാണല്ലോ പോകുന്നത്. മിനിമോൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി ഭർത്താവിനെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ജോയി ഇങ്ങോട്ട് വന്നത്. മിനിമോൾ ജീവിതത്തിൽ വലിയ സൗകര്യങ്ങളോടുകൂടി ജനിച്ചു വളർന്ന ഒരാളല്ല. മിനിമോളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് കടന്നു വന്ന ഒരാളാണ്. എനിക്ക് മറ്റ് സന്തോഷം, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു വാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മിനിമോള് എൻ്റെ കൗൺസിലർ കൂടിയാട്ടോ. അത് നിങ്ങളാർക്കും അറിയാത്തൊരു രഹസ്യമാണ്. കാരണം ഒരു തോടാണ് ഞങ്ങളുടെ അതിർത്തി. എൻ്റെ കോളനി കയറി ആ കോളനിയിലെ എല്ലാ വീടുകളും TK അഷ്റഫാണ് സ്ഥാനാർത്ഥി, UDFന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ തോട് കഴിഞ്ഞാൽ എൻ്റെ വീടാണ്. ആ തോട് കഴിഞ്ഞാൽ പിന്നെ മിനിമോളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ മിനിമോൾക്ക് ഒരുപാട് തവണ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സന്തോഷം, മിനിമോൾ വാർഡ് കോൺസ്റ്റിറ്റ്യുവൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ശ്രമം എടുക്കുന്ന, എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൃത്യമായി ചെയ്യും. നമ്മൾക്ക് പരാതി ഒരു MP എന്നുള്ള രീതിയിലും MLA എന്നുള്ള രീതിയിലും നമ്മളുടെ അടുത്തേക്ക് പരാതി ഏറ്റവും കുറവ് വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കുറേ കോളുകൾ വന്നാൽ വിചാരിച്ച അവിടുത്തെ കൗൺസിലർ യാതൊരു പണിയെടുക്കാത്ത ഒരാളായിരിക്കും. കാരണം
കൗൺസിലറുടെ അടുത്ത് നടക്കാത്തത് കൊണ്ടാണ് MLA അടുത്തും MP അടുത്തും വരുന്നത്. അതുകൊണ്ട് മിനിമോളുടെ വാർഡിൽ നിന്ന് വലിയ ശല്യം 40 നേരത്തെ ഡിവിഷൻ. ആ 40 നിന്ന് വലിയ ശല്യം എനിക്ക് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. കാരണം മിനിമോള് തന്നെ പരമാവധി പ്രശ്നങ്ങൾ അവിടെ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്. ജനപ്രതിനിധികളായ MP-യും MLA-യും ഇടപെടേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതിനെല്ലാം അപ്പുറം എനിക്ക് മിനിമോളോടുള്ള ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ലോ പഠിക്കാൻ പോയ ആളാണ്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ പോയതാണ്. പക്ഷെ ഞാൻ ASU സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയപ്പോൾ എൻ്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പക്ഷെ ഈ കൗൺസിലർ ആയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ഈ ജനകീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ലോ കോളേജിൽ എൻറോൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പഠിച്ച് LLB എന്ന ഒരു വലിയ ഡിഗ്രി എടുത്ത് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൈവരിച്ച ഒരാളാണ് മിനിമോൾ. അതിനൊരു പ്രത്യേകം അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് ബഹുമാന്യായ MLA ഇവിടെയാണ്. ഒരാഴ്ച മുമ്പ് ശബരിമലയിൽ നട തുറന്നു. ആ ശബരിമലയിൽ നട തുറന്നപ്പോൾ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ, ഒരു ശബരിമല സീസൺ, ശബരിമല ശാസ്താവിനെ കാണാൻ വേണ്ടി ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ, അത് ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല മതേതര വിശ്വാസികളെല്ലാം എത്തിച്ചേരുന്ന ഒരു ഇടമാണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ നമ്മുടെ ഭക്തജനങ്ങൾ എത്തിച്ചേരും. 16-17 മണിക്കൂർ കുടിവെള്ളം ലഭിക്കാതെ, ഭക്ഷണം ലഭിക്കാതെ അവിടെ ജീവൻ പൊലിഞ്ഞ് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് മുതിർന്ന പൗരന്മാരും കുഞ്ഞുങ്ങളും സ്ത്രീകളും വലിയ പ്രയാസം നേരിട്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. യാതൊരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ശബരിമലയുടെ ദർശനവുമായി ബന്ധപ്പെട്ട് നടത്താത്ത ഒരു സർക്കാർ. ആ സർക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നോക്കിയാൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു സീസൺ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ അടുത്ത സീസണ് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. ഉമ്മൻചാണ്ടി പമ്പയിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ബ്യൂറോക്രാറ്റ്സിനെയും IAS ഓഫീസേഴ്സിനെയും എല്ലാം വിളിച്ചിട്ട് ഒന്ന് തിരക്ക് നിയന്ത്രിക്കാൻ, എങ്ങനെയാണ് ക്രൗഡ് കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, ആളുകൾക്ക് സുഗമമായി ദർശനം നടത്തി പോകാൻ സാധിക്കുക, എങ്ങനെയാണ് വെള്ളവും ഭക്ഷണവും വിതരണം ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് മാലിന്യ സംസ്കരണം ഇതിന് ശേഷം നടത്തേണ്ടത്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ്. അങ്ങനെ വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും തയ്യാറെടുപ്പുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ശബരിമല പരിപൂർണമായി വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടത്, ഇനി ഞങ്ങൾ ശബരിമലയിലേക്ക് വരില്ല എന്ന് വിശ്വാസികൾ പറഞ്ഞിട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ്. അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ട ഒരു മണ്ഡലകാലമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ സർക്കാരിനെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം വളരെ തിരക്കിലാണ്. കാരണം CPM-ന്റെ ഉന്നതരായ ശബരിമലയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ, മുൻ MLA പത്മകുമാറും അടക്കം പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പം ജയിലിലാണ്. പിന്നെ മന്ത്രി, ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ജയിലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ പോകാതിരിക്കാൻ പറ്റും എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഞാൻ കുറ്റം പറയത്തില്ല. അവരെല്ലാവരും ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പവും കട്ടിലപ്പടിയും വാതിലും സ്വർണം ക്ലാഡ് ചെയ്ത, ഗോൾഡ് ക്ലാഡിങ് ഉണ്ടായിട്ടുള്ളത്, ഇത് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടുപിടിച്ചതാണ്. ആ ഗോൾഡ് ക്ലാഡിങ് ഉള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയി ചില കോടീശ്വരന്മാർക്ക് വിറ്റ് അതിൻ്റെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത റെപ്ലിക്ക ഇവിടെ കൊണ്ടുവന്ന് ചെമ്പിൻ്റെതായിട്ട് ഇവിടെ സ്ഥാപിച്ചു. അപ്പൊ ഇത് നടത്തിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ഈ സർക്കാർ, വിശ്വാസികൾക്കെതിരെ തിരിഞ്ഞു നിന്ന ഈ സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ ഗോപാൽജി കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, CPM-ന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. സർക്കുലർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സഖാക്കന്മാരും അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റികളിലും കയറി കൂടിക്കണം എന്നാണ്. എന്തിനാന്ന് മനസ്സിലായല്ലോ.
അപ്പൊ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അങ്ങനെയുള്ള സഖാക്കന്മാരെ പ്രത്യേകം സൂക്ഷിച്ചോളണം. അല്ലെങ്കിൽ അവിടുത്തെ ഭണ്ഡാരത്തില് സാധനങ്ങൾ വരെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഇനമാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഇവിടെ നമ്മുടെ ഉമ്മച്ചേച്ചി ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഉമ്മച്ചേച്ചി സ്റ്റേഡിയത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഒരു വലിയ സ്റ്റേജിൽ നിന്ന്, ഞാനത് ഓർമ്മിപ്പിക്കുകയല്ല, ഒരു വലിയ ഉയരത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, ഉയരത്തിൽ നിന്ന് വീണു. അന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ആ സ്റ്റേജ് എങ്ങനെ നിർമ്മിച്ചതെന്ന് അറിയില്ല, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ സ്റ്റേഡിയത്തിൽ ഒരു ഡാൻസ് പരിപാടി നടത്തി. ആ ഡാൻസ് പരിപാടിയിൽ ഒരു 10-20 അടിയിലുള്ള ഒരു സ്റ്റേജും പണിതു. ആ സ്റ്റേജിൽ ഒരു ബാരിക്കേഡിങ്ങും ഉണ്ടായിരുന്നില്ല. ഇതാണ് അപകടത്തിന് കാരണം. ഇന്ന് നവംബർ 30-ാം തീയതിയാണ്. 1-2 മാസം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനകരമായ കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, ആ സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയാണ്. കൊടുക്കുന്നത് എങ്ങനെയാണ്? സ്പോർട്സ് ബന്ധർ പറയുകയാണ്, നമുക്കൊരാള് ഈ സ്റ്റേഡിയം ഇതിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി തരാമെന്ന് പറയുന്നത്. GCDയോട് പറയുന്നു, GCD സ്റ്റേഡിയം കൊടുക്കും. MOU ഇല്ല, എഗ്രിമെന്റും ഇല്ല, ഒന്നുമില്ല. ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം, 1991 യശശരീരനായ ലീഡർ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പണിത ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ സ്റ്റേഡിയം ആയിട്ട് പണിതാണ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, ആ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബൗളിംഗ് റെക്കോർഡ്, നമ്മളെല്ലാം ബാറ്റിംഗ് റെക്കോർഡ് കണ്ടിട്ടുണ്ട്, ബൗളിംഗിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ്, അദ്ദേഹം വൺ ഡേ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് വെക്കുന്നത് എന്താണെന്നറിയോ? 5 വിക്കറ്റ് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം, ഇതാണ് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് വെക്കുന്നത്. ആ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമ്മളെല്ലാവരും അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ചും ഫുട്ബോൾ മാച്ചും എല്ലാം കണ്ടിട്ടുണ്ട്. ആ സ്റ്റേഡിയം ഒരു ദിവസം കൈമാറുകയാണ്. അപ്പൊ ഞാൻ ഉമ്മച്ചേച്ചിയൊക്കെ വിചാരിച്ചു, പോട്ടെ മെസ്സിയെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ കിലുക്കം സിനിമയിൽ രേവതി പറയില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല, മെസ്സിയും വന്നില്ല, അർജന്റീനൻ ടീമും വന്നില്ല. ഫുട്ബോൾ മാച്ച് നടക്കേണ്ടത് 4 ദിവസം മുമ്പായിരുന്നു, ഫുട്ബോൾ മാച്ച് നടന്നില്ല. ഈ സ്റ്റേഡിയം ഇപ്പൊ കൈമാറി. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാകും, വിഷ്വൽ മീഡിയാസിൽ പറയുന്നത് സ്റ്റേഡിയം തിരിച്ചേൽപ്പിച്ചു. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്, ഡ്രെയിനേജ് ഒന്നും പണിതിട്ടില്ല, പാർക്കിംഗ് ലോട്ടിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, അകത്തെ പണികളും ലൈറ്റ് എല്ലാം ഫ്ലഡ് ലൈറ്റ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സൂപ്പർ ലീഗ് മത്സരങ്ങൾ നമുക്ക് നടത്താൻ പറ്റുമോ, ഫുട്ബോൾ മാച്ചസ് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്തവണ ISL ഇവിടെ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കും. അപ്പൊ അഴിമതി എവിടെയൊക്കെ നടത്താൻ സാധിക്കും? വ്യവസ്ഥാപിതമായ എല്ലാ നയങ്ങളും നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുമേഖല പൊതു ഇടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോ നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഈ വീട്ടിലെ അമ്മമാര്, ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ 1 വർഷം മുമ്പുള്ള വെളിച്ചെണ്ണയുടെ വിലയും പയറിന്റെയും പരിപ്പിന്റെയും ഉഴുന്നിന്റെയും എല്ലാം വില നിങ്ങൾ നോക്കണം. ഈ വർഷം നോക്കണം. ഈ 1 വർഷത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വീട്ടു ബഡ്ജറ്റിൽ ഒരു 10,000 മുതൽ 15,000 രൂപ വരെ വില വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാധാരണ വില വർദ്ധിക്കുമ്പോൾ ഗവൺമെന്റുകൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്റർവെൻഷൻ, ഒരു മാർക്കറ്റിൽ ഇടപെട്ട് സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ അതുപോലുള്ള ഔട്ട്ലെറ്റുകൾ വഴി അവർ വില നിയന്ത്രിക്കും. കാരണം ഗവൺമെന്റ് സബ്സിഡി കൊടുത്തിട്ട് 14 ഇനം എസെൻഷ്യൽ കമ്മോഡിറ്റീസ് കുറഞ്ഞ വിലയിൽ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളെല്ലാം സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലും കൺസ്യൂമർ ഫെഡിലും ഒക്കെ പോകും. അപ്പൊ പോകുമ്പോൾ ഈ വില താഴ്ന്നു വരുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളും മറ്റ് മാർക്കറ്റിലുള്ള ആളുകളും അതേ വിലയ്ക്ക് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി അത് കുറയ്ക്കും. ഇതാണ് യൂഷ്വലി ഉള്ള ഒരു പ്രൊസീജിയർ. ഇക്കണോമിക്സിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ യാതൊരു തരത്തിലുമുള്ള
വിപണിയിലെ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു വലിയ തോതിലുള്ള വില വർധനവുണ്ടായിരിക്കും. വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒന്നായിരിക്കും. നിങ്ങൾ ഈ പാലാരിവട്ടം ജംഗ്ഷനിലോ മാമുങ്കലത്തോ എടപ്പള്ളിയിലോ കളമശ്ശേരിയിലോ കലൂരോ രാത്രി കാലങ്ങളിൽ നിങ്ങൾ പോയാൽ രാവിലെ വരെ തട്ടുകടകളിലും ഹോട്ടലുകളിലുമെല്ലാം ചെറുപ്പക്കാരും കുട്ടികളുമെല്ലാം തങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. രാവിലെ സമയങ്ങളിലാണെങ്കിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലോബികളാണ്. മയക്കുമരുന്ന്, മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ചില സിനിമാ നടന്മാരെ പേരിന് റെയ്ഡ് ചെയ്ത് വാർത്ത വരുത്തുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള ഈ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കൾ, ഇതിന്റെ കൺസ്യൂമേഴ്സ് അല്ലാതെ ഇതിന്റെ മാനുഫാക്ചേഴ്സ് ആരാണ്, ഇതിന്റെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ആരാണ്, ഇതിന്റെ കണ്ണിൽപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇതിന്റെ സപ്ലൈ നിയന്ത്രിക്കുന്ന ആളുകളാണ്. ഒരാളിലേക്കും സർക്കാരിനോ പോലീസിനോ അതുപോലെ തന്നെ എക്സൈസിനോ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഈ മയക്കുമരുന്ന് ലോബിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെയും പ്രോത്സാഹനമില്ലാതെ, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ലഹരി ഉൽപ്പന്നങ്ങൾ, അതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല, റിലീജിയസ് ഡിഫറൻസ് ഇല്ല, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇല്ല, ഒരു തരത്തിലുമുള്ള വേർതിരിവ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതിൽ ഒരു ഇന്റർവെൻഷനും നടത്താത്ത തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിൽ, ലഹരിയുടെ സ്വാധീനത്തിൽ എത്രയോ ഇൻസിഡൻസ് ആണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ മകൻ തന്നെ ആ സ്ഥാനാർത്ഥിയെ, അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു ഗുരുതരമായി ലഹരിയുടെ സ്വാധീനത്തിലാണ്. എൻ്റെ വീട്ടിൽ എത്രയോ കേസുകൾ വരുന്നു തീരദേശ മേഖലയിൽ നിന്ന്. അമ്മമാര് വന്നിട്ട് ഒന്ന് റീഹാബിലിറ്റേഷൻ സെന്ററിലാക്കിത്താ. നല്ല പണിക്കാരനാണ്, നല്ല ജോലി ചെയ്ത് ഒരു ദിവസം 1200 രൂപ വരുമാനം ഉണ്ടാക്കുന്ന കൽപ്പണിക്കാരും മരപ്പണിക്കാരുമാണ്. പക്ഷെ വീട്ടിൽ വന്നാൽ വീട് മുഴുവൻ അടിച്ചു പൊളിക്കും ഈ ലഹരിയുടെ ഇൻഫ്ലുവൻസ്. അമ്മയോ പെങ്ങളെയോ തിരിച്ചറിയാൻ പറ്റാത്ത, കൊച്ചു പെങ്ങളെ പോലും വീട്ടിൽ നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒറ്റയ്ക്ക്. അതുപോലെ മസ്തിഷ്കത്തിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ സ്വാധീനം നിലനിൽക്കുകയാണ്. ഗവൺമെന്റ് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ കണ്ണികളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ യാതൊരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ വികസനത്തിന്റെ ഒഴുക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഹൈക്കോടതി ഇടയ്ക്കിടയ്ക്ക് ആ ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞു. വികസനത്തിന്റെ ഒഴുക്കിനെ കുറിച്ചല്ല, ഇവിടെ നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായതിന്റെ വെള്ള ഒഴുക്കിനെ കുറിച്ച് പറഞ്ഞു. ഭയങ്കരമായിട്ട് വിമർശിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടത്തി, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൽ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. 4 ദിവസം മുമ്പ് പെയ്ത മഴയിൽ ഈ പാലാരിവട്ടവും മാമംഗലവും ബാനർജി റോഡും ഷൺമുഖ റോഡും കലൂരും കത്രിക്കടവും തമ്മനപുല്ലപ്പടിയും എല്ലാ റോഡുകളും അതിരൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് പോയി. ഇവര് സ്മാർട്ട് സിറ്റിയിൽ നടത്തി കുറച്ച് ഉദ്ഘാടനങ്ങൾ നടത്തി. ആ സ്മാർട്ട് സിറ്റി പദ്ധതി തുടങ്ങിയത് 2015 ശ്രീ ടോണി ചമ്മണി UDFന്റെ മേയർ ആയിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടത്തി. അതിൽ പങ്കെടുത്ത് 100 സ്മാർട്ട് സിറ്റികൾ എന്ന് പ്രഖ്യാപിച്ചു. ആദ്യം 20 പട്ടികയിൽ 5ാം ഇടം പിടിച്ചത് അവരുടെ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും നടത്തിയ അവതരണവും അവരുടെ സവിശേഷതകളും വെച്ച് അവർക്ക് ലഭിച്ച ഒരു അംഗീകാരം. പിന്നീട് സൗമിനി ജെയിൻ വന്നത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ അതിന്റെ ഉദ്ഘാടനങ്ങൾ കുറെ നടത്തിയത് ഇപ്പോഴാണ്. അത് പറഞ്ഞിട്ട് ഈ പദ്ധതികളെല്ലാം അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, എറണാകുളം മാർക്കറ്റ് പണിതത് ഞങ്ങളാണ്, ഇവിടെ നവീകരിച്ചത് ഈ ഓപ്പൺ സ്പേസസ് ചങ്ങമ്പുഴ പാർക്ക് ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആ കാലഘട്ടത്തിൽ തുടങ്ങിയതോ പദ്ധതികളല്ല. ഇതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഒന്നുണ്ട്, നമ്മൾക്ക് കുറെ അംഗീകാരങ്ങൾ ലഭിച്ചു. അതിന് ഞാൻ മേയറെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. കൊതുകുകളുടെ രാജ്യ തലസ്ഥാനമായി കൊച്ചിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊതുകുകടി കൊള്ളാത്ത ആരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പട്ടികടി കൊള്ളാത്ത എത്ര പേര് ഉണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി. കാരണം തെരുവ് നായ്ക്കളുടെ ശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടായ ABC എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് പരിപൂർണമായി ഇല്ലാതാക്കി. ഇന്ന് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം
കൊച്ചിയിലുണ്ട്. രാത്രി രാവിലെ നിങ്ങൾ 2 വീലറിന് പോയാൽ നമ്മൾ ഓടിച്ചിട്ട് പുറകിലൊന്ന് കടിക്കും. അതുപോലെ തെരുവ് നായ്ക്കളുണ്ട്. പിന്നെ പറഞ്ഞു വലിയ ശ്രദ്ധ, മാധ്യമങ്ങളുടെ ശ്രദ്ധ, ഇന്റർനാഷണൽ മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തു. ശരിയാണ്, BBC റിപ്പോർട്ട് ചെയ്തു, നാഷണൽ മീഡിയാസ് എപ്പോഴും റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയേക്കാൾ ഉയരത്തിലാണ് നമ്മൾ പറയുന്നത്. അതുക്കും മേലെ കൊച്ചി എത്തി. എപ്പോഴാണെന്നറിയും, നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 500 കടന്നപ്പോൾ ഇവിടെ ബ്രഹ്മപുരത്ത് 100 കണക്കിന് ടൺ മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം തീ കൊളുത്തി. കാക്കനാടും തൃക്കാക്കരയിലുമുള്ള ഫ്ലാറ്റുകളിലെ ആളുകൾ ആശുപത്രിയിൽ ഒരു ബെഡ് പോലും കിട്ടാതെ വായു മലിനീകരണം കൊണ്ട് ശ്വാസം മുട്ടി ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ 10 ദിവസമാണ് നമ്മൾക്ക് തീ അണയ്ക്കാൻ പറ്റാതെ. 1.5 മാസത്തോളം എടുത്തു തീ അണയ്ക്കാൻ വേണ്ടി. 10 ദിവസം അതിൻ്റെ ഏറ്റവും കാഠിന്യമായ ഒരു സാഹചര്യമായിരുന്നു. AQI 1000-നടുത്ത് വരെ എത്തി. അപ്പോൾ അതുപോലുള്ള മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ, വേസ്റ്റ് മാനേജ്മെന്റിൽ, വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ, കൊതുകിനെ നിയന്ത്രിക്കുന്നതിൽ, തെരുവ് നായ്ക്കളെ വന്ധീകരണം നടത്തുന്നതിലെല്ലാം പരാജയപ്പെട്ട ഒരു കോർപ്പറേഷനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റും കോർപ്പറേഷനും അവർക്കെതിരെ ശക്തമായ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറണം. ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നമ്മുടെ സ്ഥാനാർത്ഥി ഈ മേഖലയിൽ കുറേയധികം പദ്ധതികൾ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ഓപ്പൺ ജിം പ്രോജക്റ്റ് വളരെ മനോഹരമായി ഒരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എനിക്കും കൂടി ഒരു പങ്കാളിയാവാൻ സാധിച്ചു. അതുപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ വാർഡിന് വേണ്ടി നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ഒരു വെളിപ്പാടകല് നമ്മളോടൊപ്പമുള്ള നമ്മുടെ സ്വന്തം മിനിമോള് അഡ്വക്കേറ്റ് BK മിനിമോളെ കൈ എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. നമ്മൾ ആ വിഷപ്പുക ശ്വസിച്ചതും അതുപോലെ തന്നെ അതിനൊരു പരിഹാരം ഇന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കോടായി നിൽക്കുന്നതും ഒക്കെ കാരണം ഈ നഗരസഭയ്ക്ക് അതിന് ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ നിയമസഭയിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞത് ബ്രഹ്മപുരം ഒരു പൂങ്കാവനമായി മാറും എന്നാണ്. നമ്മൾ ആരെങ്കിലും സാധിക്കുമെങ്കിലൊന്ന് ആ ബ്രഹ്മപുരത്ത് പോയി കണ്ടാൽ നമുക്കറിയാം ആ പൂങ്കാവനം ഇപ്പൊ എന്തായിട്ടുണ്ട് എന്നുള്ളത്. ഈ കൊച്ചി കോർപ്പറേഷനിലെ കൂടാതെ അടുത്ത മുനിസിപ്പാലിറ്റികളിലെയും ഒക്കെ വേസ്റ്റ് എടുത്തിരുന്ന ഒരു കാലമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അകത്തു കൂടിയാണ് ഈ കൊച്ചി കോർപ്പറേഷനിലെ വേസ്റ്റ് കൂടി കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടുത്തെ വേസ്റ്റ് പോലും എടുക്കാൻ സന്നദ്ധരല്ലാതെയായിട്ടാണ് ഈ നഗരസഭ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാത് മുനിസിപ്പാലിറ്റികൾ അവരവരുടെ വേസ്റ്റ് മാനേജ് ചെയ്തോളണം, അവരവരുടെ വേസ്റ്റ് സംസ്കരിക്കാനായിട്ട് അവരവർ തന്നെ ശ്രമം നടത്തിക്കൊള്ളണം എന്നുള്ള രീതിയിലാണ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. BPCL വലിയൊരു പ്രൊജക്റ്റുമായിട്ട് വന്നിട്ട് അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അടുത്ത മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റുകളൊന്നും ഇതുവരെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പറയുമ്പോൾ മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ ഹൈബി ഇവിടെ പറഞ്ഞിട്ട് പോവുകയുണ്ടായി. എല്ലാം രാഷ്ട്രീയമായിട്ട്, പ്രത്യേകിച്ച് അയ്യനെ കാണാൻ പോയവരെ ബുദ്ധിമുട്ടിച്ചതും അതുപോലെ അയ്യന്റെ സ്വർണം കവർന്നെടുക്കാനായിട്ട് ശ്രമം നടത്തുന്നതും കവർന്നെടുത്തോണ്ട് പോയതിന് കൂടുതൽ ആളുകളെ അമ്പല കമ്മിറ്റികളിലും പള്ളി കമ്മിറ്റിയിലും ഒക്കെ ചേക്കേറാനായിട്ട് അവസരം ഒരുക്കുന്നതും ഒക്കെ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശീലങ്ങളിലൊക്കെ നമ്മൾ അകപ്പെടാതെ പോകണമെങ്കിൽ, അതുപോലെ തന്നെ ഇന്ന് ഇപ്പോഴും നമ്മളുടെ ദേവസ്വം മന്ത്രി ഏത് നിമിഷവും കയ്യാമം വെച്ച് അകത്തു പോകാനായിട്ട് കാത്തിരിക്കുമ്പോൾ അവർക്ക് ഒരു പ്രിപ്പറേറ്ററി നടപടികൾ പോലും ഇന്ന് ഈ വർഷം അയ്യനെ കാണാൻ പോയവർക്ക് വേണ്ടിയിട്ട്, അയ്യപ്പ ദർശനത്തിന് പോയവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനായില്ല എന്നുള്ളത്
വളരെ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ വായിക്കുന്നത്. ഇതുപോലെ ഓരോ പ്രവർത്തനവും ഏറ്റവും അവസാനമായിട്ട് കോർപ്പറേഷന്റെ ഒരു ബിൽഡിംഗ് ഇനോഗ്രേഷൻ നടന്നു. ആ ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ അതിന് പിന്നിലുള്ള പ്രവർത്തനം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആ സ്ഥലമുണ്ടായത് അതുമുതൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ 1 ഏക്കറിലധികം സ്ഥലം 1.25 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടെ ഒരു കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ബിൽഡിംഗ് ഇനോഗ്രേഷൻ, കോർപ്പറേഷന്റെ ബിൽഡിംഗ് ഇനോഗ്രേഷന്റെ സമയത്ത് ആ നിർമ്മാണോദ്ഘാടനത്തിന്റെ ശില അവിടെ കാണാനില്ലായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് വർക്ക് നടന്നപ്പോൾ എവിടെയോ പോയി എന്നാണ്. വാസ്തവത്തിൽ അന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടി സാറിനെ വിസ്മരിക്കാതെ അവിടെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടെങ്കിലും ആ ബിൽഡിങ്ങില് ആ ശില വേറൊരെണ്ണം എങ്കിലും വെക്കാമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതായത് പിന്നീടുള്ള നാളുകളിൽ ഒരാൾ പോലും ഇതിന് UDFന്റെ ഒരു കരസ്പർശം ഉണ്ട് എന്ന് ചിന്തിക്കരുത് എന്നുള്ള രീതിയിലാണ് അവിടെ ആ കോർപ്പറേഷൻ ബിൽഡിംഗ് ഇനോഗ്രേറ്റ് ചെയ്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നാണ് PNT കോളനിയുടെ നിർമ്മാണം. അതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. PNT കോളനിയിൽ വാസ്തവത്തിൽ മഴക്കാലത്ത് മാത്രമാണ് അവിടെയൊക്കെ വെള്ളം കയറിയിരുന്നത്. മഴക്കാലം വരുമ്പോൾ അവരെല്ലാവരും വളരെ വിഷമത്തിലാണ്. ചുമരിലൂടെ ഒലിച്ചിറങ്ങി വരുന്ന വെള്ളം അത് തടയാനും അതുപോലെ അകത്ത് കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളം തടയാനും ഒക്കെ ആ ദിവസങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് പലരും മാറി താമസിക്കുക ഒരു ശീലമായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല അവസ്ഥ. ഇന്ന് PNT കോളനി പുതിയതായിട്ട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മുകളിൽ ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഒന്ന് കുളിച്ചാൽ ആ വെള്ളം താഴെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഇറങ്ങി വരുന്ന അത്ര മോശപ്പെട്ട ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതാണ് സത്യം. ഇതൊക്കെ നമ്മൾ പത്രത്തിലൂടെ വായിച്ചതാണ്. അതായത് അഴിമതിയിൽ കുളിച്ച ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ കോർപ്പറേഷനിൽ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ചങ്ങമ്പുഴ പാർക്ക് നമ്മളുടെ തൊട്ടടുത്താണ്. ചങ്ങമ്പുഴ പാർക്കിന്റെ നിർമ്മാണത്തിനായിട്ട് 4 കോടി രൂപയാണ് CSML ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു എന്ന് കണക്ക് കാണിച്ചിരിക്കുന്നത്. 4 കോടി രൂപയിൽ അവിടെ ചെയ്ത ആ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ആ ബിൽഡിങ്ങിൽ ഒരു ഇഷ്ടിക പോലും അനക്കിയിട്ടില്ല, ഒരു പെയിന്റിംഗ് പോലും നടത്തിയിട്ടില്ല. ഈ ചങ്ങമ്പുഴ പാർക്കിന്റെ സ്റ്റേജില് ഒരാണി പോലും പറിക്കാതെയാണ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നത്. അത്തരം രീതി, അതിന്റെ മേൽക്കൂര മാത്രം അത് മെനഞ്ഞ് കഴിഞ്ഞപ്പോൾ 4 കോടി തീർന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പ്രവർത്തനം നടന്നിരിക്കുന്നത്. നമ്മളതൊന്ന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്, നമുക്ക് വെറുതെ നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. ഇതുപോലെ മുച്ചൂട് എല്ലാ രീതിയിലും അഴിമതിയിൽ കുളിച്ച ഒരു ഭരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇനി ഇതിനടുത്തതായി തന്നെ നമ്മളുടെ നിയമസഭയുടെ ഒരു ഇലക്ഷൻ വരും. അതിനൊക്കെ ചുവടുപടിയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യവും അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുന്ന അങ്ങനെ നടക്കണമെങ്കിൽ മിനിമോളെ പോലെ നമ്മളുടെ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയെയും UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതിന്റെ കടമ കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിനിമോൾ ഇപ്പോ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വോട്ടറെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ച് അവിടെ ആരാണോ അവിടെ ഉണ്ടാവാതിരുന്നത് അവരെ ഒന്ന് സമീപിച്ച് ഈ വോട്ട് മിനിമോൾക്കായിട്ട് ഉറപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തൊഴിൽ ഫലമായി മാറിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ പോയവരായിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടെത്തി അവരെയെല്ലാം ഡിസംബർ 9 ഇവിടെ കൊണ്ടുവന്ന്
കൈ എന്ന പൊന്നടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നീങ്ങണം എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രവിച്ച, എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ നിങ്ങളോട് വിനീത നമസ്കാരം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ ശ്രമിച്ചവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജയ് ഹിന്ദ്. പത്മകുമാറിനകത്താണ്. ഇനി അകത്ത് പോകാൻ കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി ഞങ്ങളുടെ അല്ല, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്. ശബരിമല ഹിന്ദു വിശ്വാസികൾക്ക് മക്ക വലിയാണ്. മുസ്ലിം സഹോദരന്മാർക്ക് മക്ക പുണ്യഭൂമിയാണെങ്കിൽ, ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ജെറുസലേം പുണ്യഭൂമിയാണെങ്കിൽ, ശബരിമല ഹിന്ദു വിശ്വാസികളത് പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയിലാണ് പാവപ്പെട്ടവൻ വേദനയോടെ ഭണ്ഡാരപ്പെട്ടിയിലിടുന്ന പണവും സ്വർണവും കൈക്കലാക്കി കളവ് നടത്തിയത്. ഇത് ശരിയാണോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അയ്യപ്പ സംഗമം 8 കോടി രൂപയാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയുടെ ഭണ്ഡാരത്തിനകത്ത് 8 കോടി രൂപ. എന്നിട്ട് അയ്യപ്പ സംഗമം നടത്തിയത് വൻ പരാജയമായി. ആ അയ്യപ്പ സംഗമത്തിലുണ്ടായ ഭക്ഷണവും മാറ്റടക്കമുള്ള സാധനങ്ങൾ ഒഴിച്ചുകൂടുകയാണ് ഉണ്ടായത്. ദൂർത്ത് എവിടെയെല്ലാം കൈയിട്ടുവാൻ കഴിയുമോ അവിടെയെല്ലാം കൈയിട്ടുവാരി അഴിമതി നടത്തുക എന്നുള്ളതാണ് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നയം. നമുക്കറിയാം എന്തിനാണ് പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്, വലിയ പരിവാരങ്ങളുമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് എന്തിനാണ്? വിദേശ രാജ്യങ്ങളിൽ പോകുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ബിഗ് ബിസിനസ് സാമ്രാട്ടുമാർ വിദേശ രാജ്യങ്ങളിലെത്തും. അവിടെ വെച്ച് കമ്മീഷൻ ഉറപ്പിക്കുന്നതുമില്ല. പറയുമ്പോൾ കേരളത്തിൽ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ വിദേശത്ത് പോകുന്നത്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പിണറായി സർക്കാരെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഒരു മുട്ടുസൂചിയുടെ ബിസിനസ്, ഒരു മുട്ടുസൂചിയുടെ കമ്പനി നിങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്നു ഇല്ല എന്നാണ് സത്യം. കോടികൾ ദൂർത്തടിക്കുന്ന ഈ പിണറായി ആശാവർക്കർമാർ, നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം, സ്വന്തം കുട്ടികളെയും പ്രായമായ അമ്മമാരെയും ഭർത്താക്കന്മാരെയും വീട്ടിലേൽപ്പിച്ചിട്ട് 266 ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തു. ആ ആശാവർക്കർമാർ സമരം ചെയ്തു. 109 രൂപ കൂടുതലാണ് അവർ ചോദിച്ചത്. അവർക്കുള്ള വേതനത്തിന് 150 രൂപ കൂടുതലാണ് അവർ ചോദിച്ചത്. ആ 150 കൂടുതൽ പോലും കൊടുക്കാൻ സാധിക്കാതെ അവരെ ആ സമരം പൊളിപ്പിക്കുകയാണ് ഈ ഇടതുപക്ഷം ചെയ്തത്. ഇതാണ് ഇവരുടെ തൊഴിലാളി സ്നേഹം, ഇതാണ് ഇവരുടെ പാവങ്ങളോടുള്ള സമീപനം. മാത്രമാണോ ആരോഗ്യരംഗം നമുക്കെല്ലാവർക്കും ഭയമാണ്. ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ വിലയും ഇവിടെ കൽപ്പിക്കുന്നു. ഇച്ഛാശക്തിയുള്ള വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകാനുള്ള
ദുരയുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി വി കെ മിനിമോൾ. ആ വി കെ മിനിമോൾ ഇനിയും ഈ ഡിവിഷന്റെ സാധ്യതയിൽ വരുവാൻ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പി കെ മിനിമോളിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും മിനിമോൾക്കും വിജയാശംസ നിർത്തുന്നു. ജയിക്കാം. സെക്രട്ടറി ഗോപാലൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ജലാലിക്ക, ചീഫ് ഇലക്ഷൻ ഏജന്റ് പ്രിയപ്പെട്ട റോയ്, ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ, പ്രിയപ്പെട്ട നാൻസി, മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുമ, ജില്ലാ സെക്രട്ടറി ആയിഷ് ചേച്ചി, പ്രിയപ്പെട്ട ഐപ്പേട്ടൻ, ആന്റണി, സനല്, പ്രിയപ്പെട്ട സാധനങ്ങളടക്കം നമ്മുടെ ഡിവിഷൻ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ലിംസേൻ അടക്കമുള്ള പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹകരണവും നൽകി ഈ വീട് നമുക്ക് ഇതിനായിട്ട് അനുവദിച്ച പ്രിയപ്പെട്ട യേശുദാസ് അടക്കമുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വീണ്ടും ഒരു തദ്ദേശ ഇലക്ഷൻ സമയത്ത് 33-ാം ഡിവിഷൻ പാലാരിവട്ടത്തെ പ്രതിനിധീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്കൊരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു 4ാം വട്ട മത്സരത്തിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ 2 പ്രാവശ്യവും ഈ ഡിവിഷനെ തന്നെയാണ്, ഈ മാമംഗലം ഡിവിഷന് തന്നെയാണ്, ഇപ്പോൾ പാലാരിവട്ടമായിരിക്കുന്ന ഈ ഡിവിഷനാണ് ഞാൻ പ്രതിനിധീകരിച്ച് ഒരു ജനപ്രതിനിധിയായിട്ടുള്ളത്. 2010 ആദ്യമായി ഈ ഡിവിഷനിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു LDFന്റെ കോട്ട എന്ന് പറഞ്ഞാണ് അന്നത്തെ മാധ്യമങ്ങളെല്ലാം ഈ ഡിവിഷനിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോളത്തിൽ പറഞ്ഞത് ഇടത് കോട്ടയിലേക്ക് കന്നി അംഗത്തിന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി എന്ന നിലയിൽ നൽകിയ ഈ സീറ്റിലേക്ക് ഞാൻ മത്സരത്തിനായി കടന്നു വന്നത്. തീർച്ചയായും അന്ന് ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ സ്വീകരണം, ആ ഒരു സഹകരണം, ഈ ഡിവിഷന്റെ ആദ്യ കോൺഗ്രസ് കൗൺസിലറായി ജയിച്ചു വരുവാൻ എനിക്ക് സാധിച്ചത് അന്നത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ്. നമ്മുടെ ആനന്ദി ചേട്ടനടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ അന്ന് എന്നോടൊപ്പം വീട് വീടാന്തരം ഇന്നും ആനന്ദി ചേട്ടനടക്കമുള്ള ആളുകളാണ് എന്നോടൊപ്പം ഈ ഇലക്ഷൻ കാലത്തും അവരുടെ എല്ലാം പൂർണ്ണമായ സമയം വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഇവിടെ നിൽക്കുന്നത്. ആ ഒരു സ്വീകരണം അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത ഈ ഡിവിഷൻ എനിക്ക് നൽകിയ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ വീണ്ടും ഒരിക്കൽ കൂടി 2020 ഞാൻ ഈ ഡിവിഷനിൽ മത്സരിക്കാനായി കടന്നു വന്നപ്പോൾ എനിക്ക് ആദ്യം മത്സരിച്ചതിനേക്കാൾ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം നൽകിയാണ് നമുക്ക് ഈ ഡിവിഷൻ വിജയിക്കാൻ സാധിച്ചത്. ഈ ഡിവിഷനിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ കണ്ട ഒരു മാമംഗലത്തിന്റെ ചിത്രമുണ്ട്, അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ ഡിവിഷനിലെ പല റോഡുകളും, വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് വിഷയങ്ങളുള്ള ഒരു ഡിവിഷനാണ് അന്ന് നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. തീർച്ചയായും കഴിഞ്ഞ 15 വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ ഡിവിഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഡിവിഷൻ ഇന്നത്തെ രീതിയിലേക്ക് വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ, റോഡുകൾ BM&BC നിലവാരത്തിലേക്കും ടൈലിട്ട റോഡുകളുമായി നമ്മുടെ ഡിവിഷനിലെ എല്ലാ റോഡുകളും മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഡിവിഷന്റെ ഒരു ഭാഗത്ത് നോർത്ത് ജില്ലാ റോഡിലുള്ള ഒരു പ്രശ്നം കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഡിവിഷനിലെ എല്ലാ പഴയ പൈപ്പുകളും മാറ്റി പുതിയ പൈപ്പുകൾ ഇട്ടുകൊണ്ട് കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഡിവിഷന്റെ പ്രവർത്തനം മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തോടുകളെല്ലാം തന്നെ വീതി കൂട്ടി അത് കോൺക്രീറ്റ് സൈഡ് ഭിത്തികൾ കൊടുത്ത് നമുക്ക് വെള്ളക്കെട്ട് തടസ്സമില്ലാതെ വെള്ളം ഒഴുകി പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്.
നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ബൈപ്പാസിലെ കൽവർട്ട്, അത് ഇപ്പോഴുള്ള ഈ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈപ്പാസ് ക്രോസ് കൽവർട്ട് പൈപ്പ് ഉണ്ടായിരുന്നത് അത് ക്രോസ് കൽവർട്ടാക്കി മാറ്റുന്നതിനുള്ള അനുമതി നേടിയെടുക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കൽവർട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും 40-ാം ഡിവിഷനിൽ പിന്നെ വെള്ളക്കെട്ടിന്റെ യാതൊരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല എന്ന വളരെ സന്തോഷകരമായ ഒരവസ്ഥ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അംഗനവാടി. നമുക്കറിയാം ഈ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു വീട്ടിൽ ചെറിയ മുറിയില് വാടക കെട്ടിടത്തിൽ നടത്തിയിരുന്ന അംഗനവാടി സ്വന്തമായ ഒരു കെട്ടിടം പണിത് ആ അംഗനവാടിയെ നമുക്ക് അങ്ങോട്ട് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ADS ഹാൾ നിർമ്മിച്ചു നൽകി അവരുടെ വൈകുന്നേരം അവരവിടെ സുംബ പ്രാക്ടീസും യോഗ പരിശീലനവും ഒക്കെ ആയിട്ട് അവരുടെ കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ജനപ്രതിയായി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഡിവിഷനിലും എപ്പോഴും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഡിവിഷനിൽ വേണമെന്ന് ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. നമുക്ക് ഈ പ്രാവശ്യം അത് സഫലമാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ 1 മണി മുതൽ 7 മണി വരെ ഡോക്ടറുടെ സേവനവും 2 നഴ്സുമാരും ഫാർമസിസ്റ്റും അടങ്ങുന്ന ഒരു നല്ല ക്ലിനിക്ക് നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ വയോമിത്രം ആനിച്ചേട്ടൻ അതിന്റെ ചെയർമാൻ, ആനിച്ചേട്ടന്റെ നേതൃത്വത്തില് 10-40ഓളം വരെ നമ്മുടെ വയോമിത്രം ക്ലബിലെ അംഗങ്ങൾ നല്ല രീതിയിൽ മാസത്തിൽ ഒരു പ്രാവശ്യം അവർ മീറ്റിംഗ് കൂടുന്നു. അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ അവർക്ക് കൂട്ടായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി പ്രിയദർശിനി ഹാൾ എന്ന നമ്മുടെ വയോമിത്രം ഹാൾ നമുക്ക് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ള സന്തോഷം ഒപ്പം പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ഓപ്പൺ ജിം നേരത്തെ MP ഹൈബീഡൻ സൂചിപ്പിച്ചതുപോലെ ഷിപ്പ്യാർഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ജിം നമുക്ക് പൈപ്പ് ലൈനിലേക്ക് തുടങ്ങാൻ സാധിച്ചു. ഐപേട്ടനാണ് അതിന്റെ രക്ഷാധികാരിയായി ഇരുന്നുകൊണ്ട് ആ ക്ലബ്ബ് അവിടെ വരുന്ന 10-40ഓളം വരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ആ ക്ലബ്ബ് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം അവിടെയുള്ള ഓപ്പൺ ജിമ്മിന്റെ സാധന സാമഗ്രികളൊക്കെ അവർ പരിപാലിച്ചുകൊണ്ട് അപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ട് അവിടെ വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് ആ ഓപ്പൺ ജിം ഫ്രീ ആയി ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഡിവിഷനിൽ ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാ പൂർണ്ണമായ പിന്തുണ എനിക്കുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും സമയാസമയങ്ങളിൽ കൃത്യമായ എന്നെ ചീത്ത പറയേണ്ടപ്പോൾ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു, അത് ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുമ്പോൾ ആ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സാവകാശം എനിക്ക് നൽകി. ആ സാവകാശം കൊണ്ട് നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാം സജീവമായ ഇടപെടലുകൾ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്കറിയാം പലപ്പോഴും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും ഈ ജില്ല വിട്ടൊക്കെ യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ കുറവ് ഈ ഡിവിഷൻ ഇല്ലാതെ ഈ ഡിവിഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സനൽ, റെനി അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ഇരുമേയി മറന്നുകൊണ്ട്, അതായത് ഒപ്പം നിന്നുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അതിൻ്റെ ആവശ്യങ്ങളെല്ലാം കൃത്യമായി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു കൃത്യമായ കൂട്ടായ പ്രവർത്തനം ഈ ഡിവിഷൻ നടക്കുന്നത് കൊണ്ടാണ് വളരെ നല്ല രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ ഈ കേരളത്തിലെ പല ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഓരോ പഞ്ചായത്തിലും നടന്ന നമ്മുടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അവർ ചെയ്തിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ നമുക്കിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വയോജനങ്ങൾക്ക് വേണ്ടി സ്ട്രോക്ക്, പ്രഷർ കൂടിയിട്ട് സ്ട്രോക്ക് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് ഈ സ്ട്രോക്കിന്റെ ഒരു നെക്സ്റ്റ് ചികിത്സ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഒരു സിറ്റിങ്ങിന് 500 രൂപയും 1000 രൂപയൊക്കെയാണ് വീട്ടിൽ നിന്ന് വരുന്ന രോഗികളിൽ നിന്ന് വരുന്ന ആളുകൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കാസർഗോഡ് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് അവിടെ 25 ലക്ഷം രൂപയുടെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു
ഫിസിയോതെറാപ്പി സെന്റർ അവിടെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്തത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരാഗ്രഹമാണ് നമ്മുടെ വയോമിത്രം കോളിൽ നമുക്കൊരു ഫിസിയോതെറാപ്പി സെന്റർ കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരേണ്ടത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഒരു ഫിസിയോതെറാപ്പി ഒരു നോമിനൽ ആയിട്ടുള്ള റണ്ണിങ് എക്സ്പെൻസ് മാത്രം പോകുന്ന രീതിയിൽ കോർപ്പറേഷൻ ഫണ്ടും MP ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫിസിയോതെറാപ്പി സെന്റർ നമ്മുടെ ഡിവിഷനിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പോൾ നമുക്കൊരു വയോമിത്രം ക്ലബുണ്ട്. ആ ക്ലബ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് വയോജനങ്ങളാണ് നമ്മുടെ ഡിവിഷനിൽ കൂടുതലായിട്ടുള്ളത്. കാരണം നമ്മൾ പല ഡിവിഷനിലും പല പ്രദേശത്തേക്ക് നമ്മളിപ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ടും അല്ലാതെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ വിദേശത്ത് പഠിക്കുന്നതിന് അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ട് വീടുകളിൽ മാതാപിതാക്കൾ മാത്രമുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരുടെ കൂടുതൽ സംസാരിക്കാൻ അവർക്ക് സമൂഹവുമായിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടേതായ ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ഒരു നെറ്റ്വർക്കിലൂടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് നമ്മുടെ ഡിവിഷനില്ല. ആ ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കൊരു കൺവെൻഷൻ സെന്ററോ ഒരു കല്യാണ മണ്ഡപമോ നല്ല ഒരു ഇല്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് ഞാൻ പലപ്പോഴും പാലാരിവട്ടമൊക്കെ ഉള്ള പ്രദേശത്ത് നിന്ന് നമ്മളൊരു കല്യാണം നടത്തണമെങ്കിൽ പലപ്പോഴും BH അല്ലെങ്കിൽ നമ്മുടെ സരസ്വതി വിദ്യാനികേതന്റെ ഹോളിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ട്രാഫിക് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ എടപ്പള്ളി സോണൽ ഓഫീസിൽ അത്തരമൊരു കൺവെൻഷൻ സെന്റർ കൊണ്ടുവരുന്ന ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുള്ളതാണ്. കാരണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് മാത്രമല്ല ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ബൈപ്പാസിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. 2 ഏക്കറിലധികം വരുന്ന കാട് പിടിച്ചു കിടക്കുന്ന ഉപയോഗശൂന്യമായ പ്രദേശങ്ങൾ കൂടി നന്നാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് രീതിയിലൊരു പുരോഗതി ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു അനിവാര്യമായ കാര്യമാണ്. അതിൻ്റെ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തത്തോടുകൂടി ഈ ഡിവിഷനിൽ ഒരിക്കൽ കൂടി വിജയിച്ചു വരുവാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം ഈ പ്രാവശ്യം UDFന്റെ ഭരണത്തിന് കീഴിലായിരിക്കും വരുന്നത്. അത്തരമൊരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു ഭരണം കൊച്ചി നഗരസഭയിൽ ഉണ്ടായാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് നല്ല കൊച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊതുകിന്റെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ ജനപ്രതിനിധി നിലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത് കൊതുകുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഭരണസമിതിയാണ്. തെരുവുനായ് ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ഭരണസമിതിയാണ്. ഇതൊക്കെയാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഇവിടെ പലപ്പോഴും വോട്ട് ചോദിച്ച് പല വീടുകളിലും കടന്നു ചെന്നപ്പോൾ തെരുവുനായ് ശല്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി എനിക്ക് ലഭിച്ചത്. അപ്പൊ അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് UDFന്റെ ഭരണസമിതി വരുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിവിഷനിൽ നിന്നും എന്നെ പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും വ്യാപൃതരാകണം എന്നും എനിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോൾ ഞാൻ പരമാവധി ആളുകളെ നേരിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും നേരിൽ കാണാൻ സാധിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ പോലെ തന്നെ നിങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് UDFന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആളുകൾ തെരഞ്ഞെടുത്തതിൻ്റെ ഒരു ലിസ്റ്റ് വായിക്കുകയാണ്. ഇലക്ഷൻ കമ്മിറ്റി രക്ഷാധികാരികളായിട്ട് ഹൈബീഡൻ MP-യെയും ഉമാ തോമസ് MLA-യും N. ഗോപാലൻ ചേട്ടനെയും തെരഞ്ഞെടുത്തു. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ റോയി കല്ലീങ്കൽ, കൺവീനറായിട്ട് റെന്നി വർഗീസ്, ജോയിന്റ് കൺവീനറായിട്ട് ഐപ്പേട്ടൻ സനൽ തോമസ്, ഡിവിഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാർ 4 ബൂത്ത് പ്രസിഡന്റുമാരാണ് ആന്റണി, റോയി ചേട്ടൻ, അശോകൻ ചേട്ടൻ, ഐപ്പേട്ടൻ.
ഈ 4 ബൂത്ത് പ്രസിഡന്റുമാരാണ് ഡിവിഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാർ. ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറിമാർ മുൻ ബൂത്ത് പ്രസിഡന്റ് സാജു വാളൂരാൻ, സുമാ ഗോപാലകൃഷ്ണൻ, സുനി കളവത്ത്, ഐഷേച്ചി, സാജൻ, ആൽബർട്ടേട്ടൻ, ജോഷി, ജോസഫേട്ടൻ. കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിമാർ ബയോമിത്രത്തിന്റെ പ്രസിഡന്റ് ആന്റണി ചേട്ടൻ, ജോസഫേട്ടൻ, ജിബിൻ ക്ലീറ്റസ്, സനീഷ്, ജിബിൻ പീറ്റർ. കമ്മിറ്റി അംഗങ്ങൾ ജോഷി, ആന്റണി ചേട്ടൻ, അഖിൽ, മഹിളാ കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തകർ. ഇത്രയും പേരെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആരെങ്കിലും വിട്ടുപോയി കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ പറയണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിന്റെ നന്ദി പറയുന്നതിന് വേണ്ടി ഐക്യത്തെ ക്ഷണിക്കുന്നു. മിനിമോള് അവരുടെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതേപോലെ കോർപ്പറേഷൻ തലത്തിൽ നേതൃത്വ തലത്തിൽ വന്നിട്ടുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഈ അഴിമതിയൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. പൊതുശല്യം, നായശല്യം, അത് നിരവധിയായ കാര്യം. പിന്നെ അഴിമതി ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ പണം കൊടുക്കാതെ, കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യവും നടക്കാത്ത ഒരു സ്ഥിതി കൊച്ചിൻ കോർപ്പറേഷനിൽ നിലവിലുണ്ട്. അപ്പോൾ പലരെയും പിടിച്ചിട്ടുണ്ട് അഴിമതിക്കാരായിട്ട്. അറസ്റ്റ് ചെയ്ത് പിടിച്ചെങ്കിലും അഴിമതിക്ക് കുറവ് സംഭവിക്കുന്നില്ല. ഇപ്പം മിനിമോട് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ, മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, മറ്റു കാര്യങ്ങളെയും ഞാൻ ഉള്ളി തർക്കം കൂടാതെ എൻഡോഴ്സ് ചെയ്യുന്നു. ഈ സമയം നന്ദി പ്രകടനം നടത്തുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ എൻഡോഴ്സ് ചെയ്യും. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് ഇനിയോട് ആദ്യം കൗൺസിലറായിട്ട് വരുന്ന ആ സമയത്ത് എൻ്റെ മില്ലേനിയം നഗർ എന്ന പ്രദേശം, മില്ലേനിയം നഗർ എന്ന ആ റെഫറൻസ് അസോസിയേഷൻ 10 വർഷക്കാലം ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്നയാളാണ്. ആ സമയത്ത് എൻ്റെ ഭാര്യ അടക്കം ഈ വെള്ളം അവിടെ കിട്ടിയിരുന്നത് രാത്രി 3 മണിക്കും 2 മണിക്കും 4 മണിക്കും ആ സമയങ്ങളിലാണ്. ആ സമയങ്ങളിൽ മാത്രമേ വെള്ളം അവിടെ ലഭ്യമായിരുന്നുള്ളൂ. അപ്പോൾ മിനിമം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ ഒരു പുതിയ പൈപ്പ് ഇട്ടുകൊണ്ട് ആ കുടിവെള്ള പ്രശ്നം അവിടെ പരിഹരിച്ച് കിട്ടിയതിൻ്റെ നന്ദി, മൊത്തത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഈ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പൈപ്പിട്ട് നേതാജി റോഡിലും PJ റോഡിലും പുതിയ പൈപ്പുകൾ 2 ഇഞ്ച് പൈപ്പിന്റെ സ്ഥാനത്ത് 6 ഇഞ്ച് പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഏതാണ്ട് ഈ ഡിവിഷനിൽ ശാശ്വതമായിട്ട് പരിഹരിച്ചു എന്ന് വേണം കരുതാനായിട്ട്. ഇപ്പോൾ നോർത്ത് ജനതാ റോഡിൽ ഒരു പ്രശ്നം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് മിനിമോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുടിവെള്ള പ്രശ്നത്തിന് ഏതൊരു ശാശ്വത പരിഹാരം മിനിമോളുടെ കാലയളവിൽ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ കാര്യവും മിനിമോൾ വിശദീകരിച്ചു. അപ്പം ഞാനതിന് ഒരു ആവർത്തന വിരസമാകും എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇനി ഇപ്പോൾ എൻ്റെ ആ ദൗത്യത്തിലേക്ക് കടന്നാൽ നമുക്കറിയാം, ഏതായാലും ഈ വെള്ളം തൂത്തെറിയണം. ഈ വെള്ളം മാത്രമല്ല, ഇതൊരു ഡ്രസ് റിഹേഴ്സൽ, സെമി ഫൈനൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇനി ശരിയായുള്ള അംഗം വരുന്നത് അസംബ്ലി ഇലക്ഷനിലാണ്. ഇത് ഒരു സെമി ഫൈനൽ അല്ലെങ്കിൽ ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള നിലയ്ക്കാണ് നാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സെമി ഫൈനൽ നാം വിജയിക്കാനായിട്ട് നമ്മളെല്ലാം ഒത്തൊരുമിച്ചുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 500ഓളം വോട്ടിന് 485 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മിനിമോള് ജയിച്ചത്. അപ്പോൾ അതിലിപ്പോൾ 600 എന്ന് പറഞ്ഞ് 700 എന്ന് പറഞ്ഞ് ഞാനൊരു 900 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതായാലും വിജയം ഉറപ്പാണ്. കാരണം മിനിമോള് ഒരു ഇവിടുത്തെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ മിനിമോളുണ്ട്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന നന്ദി പ്രകടനം, ആ സ്വീകാര്യതയൊക്കെ തന്നെ നമുക്കൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ആ ഒരു വീര്യം, ആത്മവിശ്വാസം ഉയർത്തുന്നതിന് പര്യാപ്തമാണ്. അതുകൊണ്ട് ആശങ്കയ്ക്കും മറ്റ് പ്രശ്നങ്ങൾക്കും ഇതിന് ഇവിടെ അവകാശമില്ല എന്ന് ഞാൻ പറയുകയാണ്, അടിവരായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തമ വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എണ്ണയിട്ട യന്ത്രം എന്ന പോലെ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് എന്ന് മാത്രം ഞാൻ അഭിപ്രായപ്പെടും. മറ്റൊന്ന് ഇവിടെ സംസാരിച്ച
നിങ്ങൾക്കെല്ലാം അറിയാം, സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ ഹൈബീഡൻ എം പി, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഹൈബീഡൻ എം പിക്ക് ഞാൻ ആദ്യമായി നമ്മുടെ ഈ ഡിവിഷന്റെ പേരിലും ഇലക്ഷൻ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തും. പിന്നെ സംസാരിച്ച നമ്മുടെ MLA, നമ്മുടെ ഉമാ തോമസ് MLA, അവരും നല്ല രീതിയിൽ സംസാരിക്കുകയും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഉമാ തോമസിനും ഞാൻ ഹാർദവമായി നന്ദി രേഖപ്പെടുത്തും. പിന്നെ നമ്മളിപ്പോഴത്തെ ഹീറോയിൻ മിനിമോളാണ്. മിനിമോൾക്ക് ഇപ്പോൾ നന്ദി കൂടുതൽ രേഖപ്പെടുത്തിയില്ലെങ്കിലും നന്ദി രേഖപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ആ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ മിനിമോട് കാണിക്കുന്ന നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ പിന്നെ ജലാലുദ്ദീൻ, അപ്പോൾ ഗോപാലൻചേട്ടൻ, അപ്പോൾ റെനി പറയും, ഇവർക്കും പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഒരു കൃത്യമായി നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുമാണ് ഇതിൻ്റെ അടിത്തറ ആണിക്കല്ല്. ദാസ് ഈ വീട് നമുക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്ന ദാസിന്റെ കുടുംബത്തിനും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലത് ചോദിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നേതാക്കൾക്ക് ആദരണീയ നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുന്നതിനോടൊപ്പം നിങ്ങളോട് കൂടിയിരിക്കുന്നവർ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ലല്ലോ, അല്ലെങ്കിൽ നേതാക്കളില്ലല്ലോ എന്ന നിലയ്ക്ക് നിങ്ങളാണ് വേണ്ടപ്പെട്ടവർ എന്ന നിലയ്ക്ക് നിങ്ങളോട് ഒരു കടപ്പാടുണ്ട്. അപ്പോൾ അധികമായ നന്ദി നിങ്ങൾക്കെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.